ഇപ്പോഴത്തെ വീടുകളിൽ ഒരു ട്രെൻഡ് കണ്ടുവരുന്നു. അത് വെറുമൊരു ഡെക്കറേഷൻ മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് ആത്മീയതയും ഒരു പോസിറ്റീവ് എനർജിയും ചേർക്കുന്നുണ്ട്. ഈ അത്ഭുതകരമായ പ്രതിമ വീടിന്റെ പ്രവേശന കവാടത്തിലോ ലിവിംഗ് ഏരിയയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വെക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ പ്രതിമയ്ക്ക് ഇത്രയും പ്രാധാന്യം? വിശ്വാസപരമായ കാര്യങ്ങളിലും വാസ്തുവിലും എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? സാധാരണ ഗണേശ വിഗ്രഹങ്ങളിൽ നിന്ന് ഒരൽപ്പം വ്യത്യസ്തമായ രൂപത്തിലാണ് ദൃഷ്ടിഗണപതിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കാണുന്നത് കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറങ്ങളിലാണ്. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതിന്റെ പ്രത്യേക നേത്രരൂപങ്ങൾ. ഈ പ്രതിമകൾ ദൃഷ്ടിദോഷം അകറ്റുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെയും അസൂയാഭാവങ്ങളെയും തടഞ്ഞു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുന്നു. പലർക്കും ഈ പ്രതിമ സ്ഥാപിച്ച ശേഷം മനസ്സിൽ സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിച്ചതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ വീട് പണിത ശേഷം പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടാവുന്ന സമയങ്ങളിലാണ് ഇത്തരം പ്രതിമകൾ കൂടുതലായും സ്ഥാപിക്കുന്നത്. വിഘ്നഹർത്താവ് എന്ന നിലയിലാണ് നമ്മൾ ഗണപതിയെ കാണുന്നത്. തടസ്സങ്ങൾ മാറ്റാനും കാര്യങ്ങൾ സുഗമമാകാനും ഇതിലൂടെ സാധിക്കുന്നു. വാസ്തുപ്രകാരം വീട്ടിലെ പ്രവേശന ഭാഗത്ത് ദൃഷ്ടിഗണപതിയെ സ്ഥാപിക്കുന്നത് വീട്ടിലേക്കുള്ള നെഗറ്റീവ് വൈബുകൾ കുറയ്ക്കും. ചിലർ പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തായി ഗണപതിയുടെ ചിത്രങ്ങളോ പ്രതിമകളോ വയ്ക്കുന്നു. പൂജാമുറിയിലാണ് വെക്കുന്നതെങ്കിൽ അത് വൃത്തിയായും ഭക്തിയോടെയും സൂക്ഷിക്കണമെന്ന് ആത്മീയ ആചാരങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ദൃഷ്ടിഗണപതി ഒരു ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല, അതൊരു മനോഹരമായ ഡെക്കറേഷൻ ഐറ്റമായും മാറിയിട്ടുണ്ട്. ബ്രാസ്, വുഡൻ, റെസിൻ, ക്ലേ ഫിനിഷ് തുടങ്ങി നിരവധി മോഡലുകളിൽ ഇത് ലഭ്യമാണ്. ഗിഫ്റ്റ് നൽകാനും ഇപ്പോൾ പലരും ദൃഷ്ടിഗണപതി തിരഞ്ഞെടുക്കുന്നു. ഗൃഹപ്രവേശം, ഓഫീസ് ഓപ്പണിംഗ്, വിവാഹ സമ്മാനം തുടങ്ങിയ അവസരങ്ങളിൽ ഒരു ആത്മീയ ആശംസയായി ഇതിനെ കാണുന്നു. തീർച്ചയായും ഇത്തരം വിശ്വാസങ്ങൾ വ്യക്തിപരവും സാംസ്കാരികവുമായ കാര്യങ്ങളാണ്. എന്നാൽ ഓർക്കുക, ഒരാളുടെ വിശ്വാസവും മനസമാധാനവും ആത്മവിശ്വാസവുമാണ് വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.